ഹായ് എല്ലാവർക്കും നമസ്കാരം. ജി കെ സിംപ്ലിഫൈഡിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജി കെ സിംപ്ലിഫൈഡിൽ എക്കണോമിക്സ് സിംപ്ലിഫൈ ചെയ്യുന്ന പരിപാടി നമ്മൾ തുടങ്ങിയിരുന്നു. ഒരു ക്ലാസ് കഴിഞ്ഞു. ഇത് എക്കണോമിക്സ് സിംപ്ലിഫൈ ചെയ്യുന്ന രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടി. നല്ല ഹെൽപ്ഫുൾ ആണെന്നുള്ള സാധനം നിങ്ങൾ പറഞ്ഞു. ഇതേ രീതിയിൽ കുറച്ചുകൂടെ ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആകുമ്പോൾ തന്നെ പിന്നെ പത്രമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ എക്സ്ട്രാ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഒരു പോർഷനാണ്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക, മൈക്രോസ്കോപ്പ് എന്നൊക്കെ അറിയാം. അപ്പം നമുക്ക് ഓർത്തിരിക്കാം അത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. മാക്രോയ്ക്ക് നമ്മൾ അധികം ഉപയോഗിക്കാത്തൊരു വാക്കാണ് സ്ഥൂലം. മാക്രോ എക്കണോമിക്സ് ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ സ്ഥൂലം എന്നുള്ള വാക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? മലയാളത്തിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്ക് കമൻ്റായിട്ട് പറയുക. സ്ഥൂലം ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്ക് കമൻ്റായിട്ട് പറയുക. മാക്രോ എക്കണോമിക്സ് ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. കുറച്ച് തടിച്ചത് വലുത് എന്നൊക്കെ അർത്ഥം വരുന്നൊരു വാക്കാണ് സ്ഥൂലം കേട്ടോ. ഓക്കെ, യെസ്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ബന്ധം മനസ്സിലാകും. ഒരൊറ്റ എക്കണോമിക്സേ ഉള്ളൂ, അതിനെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിക്കാണുന്നോ അതാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്നുള്ള ഡെഫിനിഷനെ തീരുമാനിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ, ചെറിയ ചെറിയ യൂണിറ്റുകളെ നോക്കിക്കാണുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സും, ആസ് എ ഹോൾ നോക്കിക്കാണുമ്പോൾ അത് മാക്രോ എക്കണോമിക്സ് ആണ്. ഇത് മാത്രം ഓർത്തു വെച്ചാൽ തന്നെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ചങ്ങാതി ആഡം സ്മിത്ത് ആണ്. പിന്നെ എക്കണോമിക്സ് എന്ന ടൈം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൽഫ്രഡ് മാർഷലാണ്. പിന്നെ നമ്മൾ ലയണൽ റോബിൻസിനെ പറ്റി അങ്ങനെ ഡെഫിനിഷൻ അല്ലാതെ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. ഈ എക്കണോമിക്സിനെ തന്നെ രണ്ടായിട്ട് പഠിക്കാമെന്നും അതിലൊന്ന് മൈക്രോ എക്കണോമിക്സ് ആണെന്നും ഒന്ന് മാക്രോ എക്കണോമിക്സ് ആണെന്നും പറയുന്നത് 20ാം നൂറ്റാണ്ടിലാണ്. 20ാം നൂറ്റാണ്ട് 1933 രാഗ്നാർ ഫ്രിഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ഡെഫിനിഷൻ ആദ്യമായിട്ട് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഹു കോയിൻഡ് ദ ടൈം മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തെ സൂക്ഷ്മമെന്നും സ്ഥൂലമെന്നും തരംതിരിക്കാമെന്ന് ആദ്യമായി പറഞ്ഞത് നോർവേക്കാരനായിട്ടുള്ള രാഗ്നാർ ഫ്രിഷ് ആണ്. കാണുമ്പോൾ ഒരു വില്ലൻ്റെ പോലെ തോന്നും. ചിലപ്പോൾ ഉറക്കമില്ലാത്തതുകൊണ്ടായിരിക്കും കണ്ണിന് താഴെ കറുത്ത മാർക്കൊക്കെ. എന്നാലും ചിരിയൊക്കെ കാണുമ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു 6 അടി 7 അടി പൊക്കത്തിൽ ഭയങ്കര ഒരു ബൾക്ക് ഫിഗറായിട്ട് നമുക്ക് തോന്നും. എനിക്ക് ആളെ വ്യക്തിപരമായിട്ട് അറിയില്ല, പൂർണ്ണമാണോ നല്ല ആളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും എക്കണോമിക്സിലുള്ള ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. നമുക്കറിയാം 1901 ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയതല്ലേ, 1901. എന്നാൽ നൊബേൽ പ്രൈസ് ഫോർ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ കൊടുക്കാൻ തുടങ്ങുന്നത് 1968 ഡിക്ലെയർ ചെയ്ത് 1969. അങ്ങനെ ആദ്യത്തെ നൊബേൽ പ്രൈസ് ഫോർ എക്കണോമിക് സയൻസ് മേടിച്ച 2 വ്യക്തികളിൽ ഒരാളാണ് ഈ പറയുന്ന രാഗ്നർ ഫ്രിഷ്. അപ്പോൾ മൂപ്പരുടെ കോൺട്രിബ്യൂഷൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നൊബേൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് ആദ്യം മേടിച്ച 2 വ്യക്തികളിൽ ഒരാൾ. അപ്പോൾ രണ്ടാമത്തെ ആളാരാണ്? അദ്ദേഹത്തിൻ്റെ പേരും ചോദിച്ചിട്ടുണ്ട്, ജാൻ ടിൻബർജൻ. ഒന്നാമത്തെ വ്യക്തി രാഗ്നർ ഫ്രിഷ്, രണ്ടാമത്തേത് ജാൻ ടിൻബർജൻ. അപ്പോൾ നമുക്കറിയാം നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയയാണ്. 2025 നൊബേൽ പ്രൈസാണ് ഏറ്റവും ഒടുവിൽ ഡിക്ലെയർ ചെയ്യപ്പെട്ടുള്ളത്. 2025 നൊബേൽ പ്രൈസും ഷെയർ ചെയ്യപ്പെടുകയായിരുന്നു. 3 വ്യക്തികളുണ്ട്. അതിൽ ഒരാൾക്ക് ഹാഫ് പോയി, ബാക്കിയുള്ളവർ ഹാഫ് ഷെയർ ചെയ്തു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നൊബേൽ കിട്ടിയതെന്നും ഈ 3 പേരുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. അത് ഞാനിവിടെ തന്നിട്ടുണ്ട്, അതൊന്നും ഓർത്തിരിക്കുക. അവാർഡ്സിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒന്നാണ് നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ മലയാളം ഒന്ന് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷും മലയാളം ഉണ്ട് കേട്ടോ. എക്കണോമിക്സിൻ്റെ ഫണ്ടമെന്റൽസ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും. സാമ്പത്തിക ശാസ്ത്രത്തെ പൊതുവെ 2ആയി തരംതിരിക്കാറുണ്ട്, സൂക്ഷ്മവും സ്ഥൂലവും. നോർവേക്കാരനായ രാഗ്നാർ ഫ്രിഷ്, PYക്ക് ഓൾറെഡി പറഞ്ഞല്ലോ, അദ്ദേഹമാണ് ഈ തരംതിരിവ് ആദ്യമായിട്ട് നടത്തിയത്. ബാക്കി വായിച്ചേ. ചെറുത് അഥവാ സൂക്ഷ്മം എന്നർത്ഥമുള്ള മൈക്രോസ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്ന്, ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടാവുന്നത്. മൈക്രോ എക്കണോമിക്സ്, ചെറുത്. ഓക്കെ, സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ മനസ്സിലാക്കണം, സമ്പദ് വ്യവസ്ഥ ഒരു എക്കണോമി, ആ എക്കണോമിയിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകൾ, എന്നെയും നിങ്ങളെയും പോലെയുള്ള വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ, സൂക്ഷ്മമായിട്ട് നോക്കുന്നെങ്കിൽ അത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. വായിച്ചേ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. മൈക്രോ എക്കണോമി അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ്. അടുത്തത് ഒരു സാധനത്തിൻ്റെ വില, ഒരു ഉപഭോക്താവിൻ്റെ ഡിമാൻഡ്, ഒരു ഉൽപ്പാദകൻ്റെ സപ്ലൈ, ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്.
മൈക്രോ എക്കണോമിക്സിൽ നമ്മുടെ ഏറ്റവും ചെറിയ സാധനങ്ങളെ പറ്റി നോക്കുന്നത്, ഒരു പേനയ്ക്ക് എത്ര വിലയാണ്, ഒരു സാധനത്തിൻ്റെ വില. റെയ്നോൾഡ്സിൻ്റെ പേനയ്ക്ക് എത്ര ഡിമാൻഡ് ഉണ്ട്, ഒരു ഉൽപ്പാദകൻ്റെ സപ്ലൈ, ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഉണ്ടോ. അങ്ങനെ ഒരു ചെറിയ ഐറ്റത്തിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ, ഉരുളക്കിഴങ്ങുന്ന ഒരു സാധനം എടുക്കുകയാണെങ്കിൽ, പഞ്ചസാര എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1, 2, 3 വ്യക്തികളുടെ ഡിമാൻഡ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ആളുകളുടെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ 800 കോടിയിലധികം ജനങ്ങളുള്ള ലോകത്തിലെ 150 കോടി ജനങ്ങളുള്ള ഇന്ത്യൻ എക്കണോമിയിലെ ഒരു ചെറിയ ഡയമെൻഷനെ സൂക്ഷ്മമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ചെറിയ ഘടകങ്ങളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, അടുത്തത് വായിച്ചേ. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം വില സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. അതായത് ഓരോ ചെറിയ സാധനങ്ങളുടെയും, ഇതൊരു PYQ ആണ് കേട്ടോ, ഓരോ ചെറിയ സാധനങ്ങളുടെയും വില വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സാധനം മേടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തേക്കാൾ കൂടുതൽ അതിൻ്റെ വിലയാണ്. കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ്, കയ്യിൽ കാശില്ലെങ്കിൽ, കയ്യിൽ കാശ് കുറവാണെങ്കിൽ ഇഷ്ടത്തേക്കാൾ കൂടുതൽ അതിൻ്റെ വിലയാണ്. ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയിട്ട് ബിരിയാണിയുടെ വില ചോദിച്ചിട്ട് തിരിച്ചറിയുന്നവരായിരിക്കും നമ്മളിൽ പലരും. അപ്പോൾ മനസ്സിലാക്കുക, വില, പ്രൈസ് എന്ന് പറയുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. അതുകൊണ്ട് ഇതിനെ മറ്റൊരു പേരാണ് പ്രൈസ് തിയറി, വില സിദ്ധാന്തം. മൈക്രോ എക്കണോമിക്സിൻ്റെ മറ്റൊരു പേരാണ് പ്രൈസ് തിയറി. അപ്പോൾ ബിരിയാണി കഴിക്കാൻ പോയ കഥ ഇനി നിങ്ങൾ മറക്കില്ല. പ്രൈസ് തിയറി മാക്രോയാണോ മൈക്രോയാണോ തോന്നില്ല, ഓരോ വ്യക്തികളും നമ്മൾ മൈക്രോയാണ്, പ്രൈസ് നമുക്കൊരു പ്രശ്നമാണ്. ഓക്കെ, വലുത് അഥവാ സ്ഥൂലം എന്ന അർത്ഥമുള്ള മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് മാക്രോ എന്ന പദം ഉത്ഭവിച്ചത്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മൊത്തമായി നടത്തുന്ന പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അപ്പം നമ്മൾ പഠിക്കുന്നത് വ്യക്തികളെ പറ്റിയല്ല, ഒരു സമ്പദ് വ്യവസ്ഥയെ പറ്റിയാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയാം, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ, ലാറ്റിൻ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയാം. അപ്പോൾ ആ എക്കണോമിയിൽ മൊത്തമായിട്ട് വരുന്ന ഡിമാൻഡ്, അതിനനുസരിച്ച് മുഴുവൻ എത്ര സപ്ലൈ വരുന്നുണ്ട്, ആ നാട്ടിൻ്റെ മുഴുവൻ ദേശീയ വരുമാനം എത്രയാണ്, മനസ്സിലാവുന്നുണ്ടോ? ആകെ മൊത്തം എത്ര ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്, എത്ര ആളുകൾ തൊഴിൽ രഹിതരാണ്. അങ്ങനത്തെ വലിയ വലിയ ഡയമെൻഷൻസ്, വ്യക്തിഗതമല്ലാത്ത ചെറിയ ചെറിയ യൂണിറ്റുകളല്ലാത്ത വലിയ വലിയ ഡയമെൻഷൻസ്. ഓവറോൾ ഇന്ത്യയിൽ ഇന്ന പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ്, വാട്ട് ഈസ് ദ സപ്ലൈ, സ്വർണ്ണത്തിന് ഓവറോൾ എത്ര ഡിമാൻഡ്, എത്രയാണ് അതിൻ്റെ സപ്ലൈ വരുന്നത്, മൊത്തം ഇന്ത്യയുടെ വരുമാനം എത്രയാണ്, ഇന്ത്യയുടെ GDP, ഇന്ത്യയുടെ പെർസെൻറ്റേജ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ടൈമാണ്. അത് മാക്രോ എക്കണോമിക്സ് ആണ്. ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു കേട്ടോ, ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ഇനിയുള്ള സ്ലൈഡുകൾ മുഴുവൻ ഞാൻ ഇതിൻ്റെ കഥ നിങ്ങളെ പരിചയപ്പെടുത്തലാണ്. ഇത്രയേ ഉള്ളൂ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. അപ്പോൾ മനസ്സിലാക്കുക, 2 ടൈമും ആദ്യമായിട്ട് പറയുന്ന ആരാണ്? രാഗ്നാർ ഫ്രിഷ്, നോർവേക്കാരൻ. ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് ഓഫ് എക്കണോമിക്സ് ഡിക്ലെയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടി. നമുക്ക് മൈക്രോ എക്കണോമിക്സിലേക്ക് പോവാം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം വായിച്ചേ, മലയാളം ഡെഫിനിഷൻ വായിച്ചേ. എന്താണ് സംഭവം? സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനം. എന്തൊക്കെയാണ് വ്യക്തിഗത യൂണിറ്റുകൾ? ഇംഗ്ലീഷിൽ തന്നു കഴിഞ്ഞാൽ അവർ പറയും ഇൻഡിവിജ്വൽ ആക്ഷൻസ്, ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ്, ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ ബിസിനസ്സുകൾ അവർ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞതെന്ന് പറയണം, കഴിഞ്ഞ ക്ലാസ് കണ്ടവരാണെങ്കിൽ ഉത്തരം പറയണം. റിസോഴ്സസ് സ്കാർസ് ആണ്, റിസോഴ്സുകൾ ഭയങ്കര ദുർലഭമാണ്. മനുഷ്യൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എണ്ണമറ്റതാണ്. അതാണ് എക്കണോമിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് ആരാണെന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇത്രയും സ്കാർസ് ആയിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കാൻ പല പല കാരണങ്ങളുണ്ട്, നമ്മുടെ പ്രയോറിറ്റികളുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളുണ്ട്, അതിനനുസരിച്ചുള്ള സപ്ലൈ ഉണ്ടെന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മൈക്രോ യൂണിറ്റുകളെ പറ്റി നമുക്ക് പഠിക്കാം. അതാണ് മൈക്രോ എക്കണോമിക്സ്. എന്തൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ബാക്കിയുള്ള ഡയമെൻഷൻസ്? 1, വൈ സ്പെസിഫിക് ഗുഡ്സ് ആർ വാല്യൂഡ് ഡിഫറൻ്റ്ലി. എന്തുകൊണ്ടാണ് ഈ ഒരു സാധനത്തിന് ഇത്ര വില, ഈ ഒരു പേനയ്ക്ക് ഇത്ര വില എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന 5 സാധനങ്ങൾ, ഈ 5 സാധനങ്ങൾക്കും 5 വില എന്തുകൊണ്ടാണ്? അതിൻ്റെ അവൈലബിലിറ്റി ഒരു കാരണമായിരിക്കാം, ആ ഡിമാൻഡിൻ്റെ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഒരു കാരണമായിരിക്കാം. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 2, ഹൗ ഗുഡ്സ് ക്യാൻ ബി മോർ എഫിഷ്യൻ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് എക്സ്ചേഞ്ച്ഡ്. ഈ ഒരു സാധനത്തിന് എന്തുകൊണ്ടാണ് ഇത്ര വില എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങൾ, അത് ഉപയോഗിക്കപ്പെടുന്ന ആളിൻ്റെ ഒരു ആവശ്യം, ഇതൊക്കെ മനസ്സിലാക്കിയാൽ കുറേ കൂടെ എഫിഷ്യൻ്റായിട്ട് നമുക്കതിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മരുന്നുകളൊക്കെ ആദ്യം വരുമ്പോൾ എന്താ വില, പാറ്റൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ മരുന്നിന് ഇനി മാർക്കറ്റിൽ ആവശ്യമുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി അത് ജനറിക് ഡ്രഗ്സിൻ്റെ രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കുറേ കൂടെ വിലക്കുറവിൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് കുറച്ച് വ്യക്തികളെ പറ്റി പഠിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മുടെ റിസോഴ്സുകളെ, സ്കേർസ് ആയിട്ടുള്ള റിസോഴ്സിനെ കുറച്ചുകൂടെ
എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കാർസ് റിസോഴ്സിൻ്റെ ഒരു എഫിഷ്യൻറ്റ് യൂസ് അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ നമ്മളെ മൈക്രോ എക്കണോമിക്സ് സഹായിക്കും കേട്ടോ. ഇൻഡിവിജ്വൽ ആക്ടേഴ്സ് ഇൻവോൾവ് ഇൻ മൈക്രോ എക്കണോമിക്സ് മേ ബി കാറ്റഗറൈസ്ഡ് ആസ് ബയേഴ്സ്, സെല്ലേഴ്സ്, ഓണ്ടർപ്രണേഴ്സ്. 3 കൂട്ടം ആളുകളെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് നമ്മളെ പോലുള്ള സാധാരണക്കാർ, സാധനങ്ങൾ വാങ്ങുന്നവർ. മറ്റൊന്ന് കടകൾ നടത്തുന്ന സാധനക്കാർ, സാധനങ്ങൾ വിൽക്കുന്നവർ. മൂന്നാമത്തവർ ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർ, സംരംഭകർ. അപ്പോൾ 3 രീതിയിൽ നമുക്ക് തിരിക്കാം. സംരംഭകർ, സാധനം വിൽക്കുന്നവർ, സാധനം വാങ്ങുന്നവർ. ഈ മൈക്രോ എക്കണോമിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് പഠിച്ചൊരു വ്യക്തിയുണ്ട്. മൈക്രോ എക്കണോമിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിരുന്നു പഠിച്ചുകൊണ്ട് ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ചേട്ടൻ്റെ ഈ ഫോട്ടോ, ഇതേ മുടി, ഇതേ മീശ, ഇതേ നോട്ടം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആൽഫ്രഡ് മാർഷലിനെ പറ്റി നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് ഓർമ്മയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ആൽഫ്രഡ് മാർഷലിനെ പറ്റി നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഓർമ്മയുണ്ടെങ്കിൽ എന്താണെന്ന് പറയാം. എന്താണ് ഓർമ്മയുള്ളത് പറയാം. ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടെ ക്ലാസ് കണ്ടു നോക്കണം. ആഡം സ്മിത്തിനെ പറ്റി പറഞ്ഞു, ആൽഫ്രഡ് മാർഷലിനെ പറ്റി പറഞ്ഞിരുന്നു. ആൽഫ്രഡ് മാർഷൽ, ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിലേക്ക് വരാം. എന്താണ് മാക്രോ എക്കണോമിക്സ്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് വ്യക്തികളെ പറ്റിയിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകളെ പറ്റിയുള്ള പഠനമല്ല. വായിച്ചേ, മൊത്തമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള മൊത്തമായിട്ടുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ്. നമ്മൾ ഒരു രാജ്യത്തിനെ പറ്റി അല്ലെങ്കിൽ അന്തർദേശീയം പല രാജ്യങ്ങളും തമ്മിലുള്ള ഇൻ്റർനാഷണൽ ട്രെൻഡ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണ് എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രശ്നം ഇന്ത്യയിലേക്കുള്ള ഫ്യൂവൽ സപ്ലൈ, LPG സപ്ലൈ ബാധിക്കുന്നത്. അതൊരു ഇൻ്റർനാഷണൽ വിഷയമാണ്. അതൊരു മാക്രോ എക്കണോമിക്കൽ പെർസ്പെക്റ്റീവോടെ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പഠിക്കുന്നത് വലിയ ഗ്രൂപ്പിനെ പറ്റിയായിരിക്കും, ഗവൺമെൻറ്റുകളെ പറ്റിയായിരിക്കും. എങ്ങനെയാണ് അവർ ഈ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത്, ലോങ് ടൈം ബേസിസിൽ അതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് മനഃപൂർവ്വം ചെയ്തതല്ല LPG ക്രൈസിസ്. എന്നാലും ഇപ്പോൾ ഒരു ദേ വിൽ പ്ലാൻ ഫോർ സംതിങ് ബെറ്റർ. പണ്ടൊരു ഗൾഫ് ക്രൈസിസ് ഉണ്ടായപ്പോഴാണ് ഈ OPEC എന്ന് പറയുന്ന ഗ്രൂപ്പ് അങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ പ്ലാനിങ് വന്നത്. ഓയിൽ ആൻഡ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൻ്റെ ഒരു ഗ്രൂപ്പ് വരുന്നു, അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മൈക്രോ എക്കണോമി എന്ന് പറയുന്ന സാധനവും നമ്മുടെ എക്കണോമിക്സിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്കണോമിക്ക് ഗുണകരമാണ്. മാക്രോ എക്കണോമി എന്ന് പറയുന്ന സാധനവും ഗുണകരമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വേറെ നിങ്ങൾ വേറെ ഒന്നുമില്ല. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. നോർത്ത് കൊറിയ പോലെയുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില രാജ്യങ്ങളല്ലാതെ ബാക്കി എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന, ഒരു റീജിയനിൽ സംഭവിക്കുന്ന കാര്യം നമ്മളെ ബാധിക്കാം. ചൈനയിലോ മറ്റോ കൃത്യമായിട്ട് അവർ സോഴ്സ് പറയുന്നില്ലെങ്കിലും തുടങ്ങിയ കോവിഡ് എന്ന് പറയുന്ന സാധനം ലോകത്തെ ഒട്ടാകെ ബാധിച്ചത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മൈക്രോ എക്കണോമിക്സിനും പ്രാധാന്യമുണ്ട്, മാക്രോയ്ക്കും പ്രാധാന്യമുണ്ട്. പണ്ടും അങ്ങനെ തന്നെയാണ്. ഒന്ന് അടിപൊളി ഒന്ന് മോശം എന്ന് പറയാൻ സാധിക്കില്ല. മാക്രോ എക്കണോമിക്സിൻ്റെ ചില ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കിയേ. ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. എന്തൊക്കെ ഫാക്ടേഴ്സാണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP, മൊത്തത്തിലുള്ള ഒരു എക്കണോമിയിലെ പലിശ നിരക്ക്, ഇൻട്രസ്റ്റ് റേറ്റ്, RBIയുടെ റെപ്പോ റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് റെപ്പോ റേറ്റ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. പലതവണ ചോദിച്ചിട്ടുള്ള കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കും. മൈക്രോ എക്കണോമിക്സിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും മാക്രോ എക്കണോമിക്സിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും മാറിപ്പോകരുത്. മൈക്രോ എപ്പോഴും ചെറുതാണെന്നുള്ള ഓർക്കുക. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് വിട്ടേരെ. ഇത് പ്രധാനമായിട്ടും കൺസ്യൂമർ ബിഹേവിയർ ആണ്. മേടിക്കുന്ന ആളുടെ അതുപോലെ വിൽക്കുന്ന ആളുടെ, ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. GDP, ഇൻഫ്ലേഷൻ, വലിയ തോതിലുള്ള അൺഎംപ്ലോയ്മെൻറ്റിനെ പറ്റിയുള്ള ഡേറ്റ, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ചെറിയ ഡിമാൻഡ് ആണെങ്കിൽ അത് മൈക്രോയാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ചേർത്ത് വെച്ചു എന്നാണ്. അപ്പോൾ അത് മാക്രോ എക്കണോമിക്സ് ആണ്. ഒരു എക്കണോമിയുടെ കപ്പാസിറ്റി, ഇതൊക്കെ വലിയ ടേംസ് അല്ലേ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഇവിടെ കാണാതെ പഠിക്കേണ്ട ആവശ്യകത വരുന്നില്ല കേട്ടോ. മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സാധനമാണ്. ദയവ് ഇത് കാണാതെ പഠിക്കരുത്. അപ്പോൾ എക്കണോമിക്സിന് ഒരു ഡാഡി ഉണ്ട്, ആഡം സ്മിത്ത്. മൈക്രോ എക്കണോമിക്സിന് ഒരു ഡാഡി ഉണ്ട്, ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാക്രോ എക്കണോമിക്സിനും ഒരു ഡാഡി ഉണ്ടാകും, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ചില ലൈവുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ എവിടെയൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. ആളുടെ പേരാണ് ജോൺ മെയ്നാർഡ് കീൻസ്, JM കീൻസ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം നിങ്ങൾ നോക്കുക. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ നല്ലൊരു കാലഘട്ടം അദ്ദേഹം ഉണ്ടായിരുന്നു. 966 അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം 2ാം ലോക മഹായുദ്ധം കണ്ടിട്ടുണ്ടെന്നാണ് അർത്ഥം. 2ാം ലോക മഹായുദ്ധം അതെങ്ങനെയാണ് രാജ്യങ്ങളെ ബാധിക്കുന്നത് എന്നൊക്കെ പഠിച്ച ഒരാൾ സ്വാഭാവികമായിട്ടും മാക്രോ എക്കണോമിക്സിനെ പറ്റിയല്ലേ പഠിക്കുള്ളൂ. ഇദ്ദേഹമാണ് ജോൺ മെയ്നാർഡ് കീൻസ്.
കേട്ടോ, ജോൺ മെയ്നാർഡ് കീൻസ്. അപ്പോൾ നോക്കുക, ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ, കോൺട്രിബ്യൂഷൻ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേൾഡ് വാർ 2 പോകണം. വേൾഡ് വാർ 2 ശേഷം വരുന്ന യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, നിങ്ങൾ ബ്രെട്ടൺ വുഡ്സ് ട്വിൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രെട്ടൺ വുഡ്സ് ട്വിൻസ് ഇത് ആരൊക്കെയാണ്, ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. ബ്രെട്ടൺ വുഡ് ട്വിൻസ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ബ്രെട്ടൺ വുഡ് ട്വിൻസ്, ബ്രെട്ടൺ വുഡിലെ ഇരട്ടകൾ. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അംഗങ്ങളായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് ബ്രെട്ടൺ വുഡ്സ് ട്വിൻസ്. US ബ്രെട്ടൺ വുഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചെടുത്ത മീറ്റിങ്ങിൻ്റെ തീരുമാനം, അതിൻ്റെ ഒരു ഔട്ട്കമാണ് ഈ പറയുന്ന 2 ഗ്രൂപ്പുകൾ. ആരൊക്കെയാണ് ബ്രെട്ടൺ വുഡ്സ് ട്വിൻസിലുള്ളത്? 1, 2. ഉത്തരം കമൻ്റായിട്ട് പറയുക കേട്ടോ, ഉത്തരം കമൻ്റായിട്ട് പറയുക. റെഡിയാണോ? ഈ ബ്രെട്ടൺ വുഡ് ട്വിൻസിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ജോൺ മെയ്നാർഡ് കീൻസ് ആണ്. മരണം 1946, 2ാം ലോക മഹായുദ്ധം കഴിയുന്നു. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ UN ചാർട്ടർ ആ കാലഘട്ടം അദ്ദേഹം മരണപ്പെടുന്നു. അപ്പോൾ ഒരുപാട് കാലം മൂപ്പരില്ല കേട്ടോ. കൂടെ 1966 എന്നല്ലേ, 1946 മൈ മിസ്റ്റേക്ക്, 1946 അപ്പോൾ 2ാം ലോക മഹായുദ്ധം കണ്ട വ്യക്തി, എങ്ങനെയാണത് ബാധിക്കുന്നത് പഠിച്ച വ്യക്തി. അദ്ദേഹം ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്, യാതൊരു സംശയമില്ല. ഇംഗ്ലീഷ് ക്ലിയർ ആണല്ലോ. മലയാളത്തിലേക്ക് വരാം. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. മൈക്രോ നമ്മൾ കണ്ടു, വായിച്ചേ. 2008 ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നിങ്ങളിൽ പലർക്കും അറിയില്ലായിരിക്കും. എന്നാലും നിങ്ങളുടെ ഒരു ജനറേഷൻ മൂത്ത ആളുകളോട്, ഇപ്പം 40കളിൽ നിൽക്കുന്ന ആളുകളോട്, പ്രത്യേകിച്ച് IT എംപ്ലോയീസിനോട് ചോദിച്ചാൽ, ഇപ്പം 50കളിൽ നിൽക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. അന്ന് ലോകത്തുണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഈ പ്രതിസന്ധി ആദ്യമായിട്ട് ഉടലെടുത്തത് എവിടെയാണ്? USA ഉണ്ടായിരുന്ന ഈ പ്രതിസന്ധി ഗൾഫ് നാടുകൾ ഉൾപ്പെടെ മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിരുന്നു. ഇതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. ഗൾഫ് നാടുകളിലും മറ്റു രാജ്യങ്ങളിലും ജോലി ചെയ്തിരുന്ന അനേകം പേർ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ഈ ഇറാൻ ക്രൈസിസ് നടക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അതാണ്. 2008 അത് കുറച്ചുകൂടെ സിവിയറാണ്. പല വ്യവസായ യൂണിറ്റുകളും അവരുടെ ഉൽപ്പാദനം കുറച്ചു. ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി 1929 ഉണ്ടായി. 1929 ഈ പ്രതിസന്ധി കുറച്ചു കാലം കണ്ടിന്യൂ ചെയ്തു പോയി. അതിനെയാണ് ചരിത്രത്തിൽ നമ്മൾ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s, 1930കളിലെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് JM കെയ്ൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ 1936, അടുത്ത പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. JM കെയ്ൻസ് ആരെന്ന് മനസ്സിലായല്ലോ? ജോൺ മെയ്നാർഡ് കീൻസ് ആണ്. 2008 ക്രൈസിസിനല്ല മൂപ്പർ നിശ്ചയിച്ചത്, പോയ ആൾ തിരിച്ചു വന്നിട്ട് വീണ്ടും നിശ്ചയിച്ചു, അല്ലെങ്കിൽ സൊല്യൂഷൻ പറഞ്ഞു എന്നല്ല. 1930കളിലെ ക്രൈസിസിന് ജോൺ മെയ്നാർഡ് കീൻസ് പറഞ്ഞ സൊല്യൂഷൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇതൊന്നും മലയാളത്തിൽ ചോദിച്ചാൽ കണ്ടിട്ടില്ല കേട്ടോ. മലയാളത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ തരുന്നത് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ, ഇൻട്രസ്റ്റ്, പലിശ, മണി, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം. ആരാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എഴുതിയത്? 1936 എഴുതിയത്. 10 വർഷം കഴിഞ്ഞ് നമ്മളോട് ടാറ്റ പറഞ്ഞിട്ട് പോയ JM കീൻസ് ആണ്. ഈ പുസ്തകത്തിലാണ് അദ്ദേഹം ലോകത്ത് നടക്കുന്ന സാധനങ്ങളെപ്പറ്റി നമ്മളൊരു മൈക്രോ പെർസ്പെക്റ്റീവിലൂടെ പഠിച്ചാൽ മനസ്സിലാവില്ല. ലോകം പതുക്കെ ഇന്റർ കണക്റ്റഡ് ആവുകയാണ്. അതിനൊരു മാക്രോ പെർസ്പെക്റ്റീവിലൂടെ പഠിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന വ്യക്തി ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആയപ്പോൾ ഇദ്ദേഹം പതുക്കെ എന്തായി? ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ആയി. അപ്പോൾ ബ്രിട്ടീഷുകാരനായിരുന്നു ഇദ്ദേഹം. എങ്ങനെ അറിയപ്പെടുന്നു? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ക്ലിയർ ആണോ? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില പെർസ്പെക്റ്റീവുകളും പിന്നെ അതുപോലെ ആഡം സ്മിത്തിൻ്റെ പെർസ്പെക്റ്റീവിലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഒരു ഉദാഹരണത്തിന് ആഡം സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞത് സ്റ്റേറ്റ് ഇടപെടേണ്ട, രാഷ്ട്രം ഇടപെടേണ്ട, ലൈസേ ഫെയർ പോളിസി, അല്ലെങ്കിൽ വ്യക്തികൾക്ക് മാർക്കറ്റിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഇദ്ദേഹം നേരെ തിരിച്ചാ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അത്യന്താപേക്ഷിതമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഇടപെട്ടാലേ പറ്റുള്ളൂ. ഐക്യരാഷ്ട്രസഭ പോലുള്ള സ്ഥാപനങ്ങൾ, ബ്രിട്ടൻ വുഡ് ട്വിൻസിലെ 2 സ്ഥാപനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇദ്ദേഹം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടണം, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് അതായിരുന്നു. ക്ലിയർ ആണോ? ലോകത്തുള്ള പ്രശ്നങ്ങൾ മുഴുവൻ തടയാനായിട്ട് ചില രാജ്യങ്ങൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല, ചില വ്യക്തികൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതിന് കുറേ ആളുകൾ വിചാരിക്കണം. ആ കുറേ ആളുകൾ കൂടി ചേരുമ്പോൾ ഒരു സംഘടന ഉണ്ടാവും. ഐക്യരാഷ്ട്ര സംഘടന അങ്ങനെ ഒരു ഉദാഹരണമാണ്.
ബ്രെട്ടൺ വുഡ്സ് ട്വിൻസ് അങ്ങനെ ഒരു ഉദാഹരണമാണ്. ആ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഇതിനോടകം നോക്കിയിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവും. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് തിരിച്ചു വരാം. മീനിങ് ആൻഡ് സ്കോപ്പ് വായിച്ചേ. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ 1-ാം അധ്യായത്തിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അർത്ഥം വിശദമാക്കിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ. നമ്മൾ നേരത്തെ വായിച്ചത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെ വനത്തിലെ ഒരു മരത്തെക്കുറിച്ചുള്ള പഠനത്തോട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ ആ വനത്തെക്കുറിച്ചുള്ള പഠനവുമായി താരതമ്യം ചെയ്യാം. ഒരു ഫോറസ്റ്റ് എടുത്തിട്ട്, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്നറിയില്ലേ, അതിലൊരു മരം എടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി മാത്രം പഠിച്ചാൽ സൂക്ഷ്മം. ആ വനങ്ങളെപ്പറ്റി മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ, ആ മരങ്ങളെപ്പറ്റി മുഴുവൻ പഠിച്ചാൽ ആ വനത്തെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ അത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകൾ, ഇൻഡിവിജ്വൽ യൂണിറ്റുകളാണ് എന്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക കേട്ടോ. ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആർ ദ ബേസിസ് ഫോർ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, ഫോർ മൈക്രോ എക്കണോമിക്സ്. അങ്ങനെയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ആകെയുള്ള പഠനം, എക്കണോമി ആസ് എ ഹോൾ, അതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഈ സാധനം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. അതായത് നമ്മൾ മലയാളത്തിൽ പഠിക്കുന്ന സാധനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിൽ തന്നെ 2 ടേമുകൾ എന്താണ്? ദ ബേസിസ് ഫോർ മൈക്രോ എക്കണോമിക്സ് ഈസ് ഇൻഡിവിജ്വൽ യൂണിറ്റ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആർ ദ ബേസിസ് ഫോർ മൈക്രോ എക്കണോമിക്സ്. എക്കണോമി ആസ് എ ഹോൾ ഈസ് ദ ബേസിസ് ഫോർ മാക്രോ എക്കണോമിക്സ്. നിങ്ങളൊന്ന് നോക്കി, ഒരാളുടെ വരുമാനം, ഒരാളുടെ ചെലവ്, ഒരാളുടെ തൊഴിൽ, ഒരാളുടെ എന്നാ പറയുന്നത്, അത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. നേരെ തിരിച്ച് നമ്മളൊരു രാജ്യത്തിനെ പറ്റിയാണ് പറയുന്നെങ്കിലോ, അതായത് ഒരുപാട് മരങ്ങളുള്ള വലിയൊരു വനം, ഒരുപാട് ജനങ്ങളുള്ള വലിയൊരു രാജ്യം, രാജ്യത്തിൻ്റെ മുഴുവൻ വരുമാനം, ദേശീയ വരുമാനം, രാജ്യത്തിൻ്റെ മുഴുവൻ ചെലവ്, മൊത്തം ചെലവ്, ആകെ മൊത്തമുള്ള തൊഴിൽ, അത് ഈ സാധനം മൈക്രോ എക്കണോമിക്സും ഈ സാധനം മാക്രോ എക്കണോമിക്സുമാണ്. ബാക്കിയുള്ള ടൈം വായിക്കണേ. വീണ്ടും SSCയുടെയും RRBയുടെയും PYQലും നിങ്ങൾ ഇങ്ങനത്തെ ടൈമാണ് വായിച്ചേ. 1-ാമത്തെ ഉദാഹരണം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, 2-ാമത്തേത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് സഞ്ചിത വിഭവങ്ങളായ മൊത്തം ഡിമാൻഡ്. എന്താണ് ഈ സഞ്ചിത വിഭവങ്ങൾ? ഇത്രയും മലയാളം ഞാൻ പറഞ്ഞു തന്നില്ലേ. ഒരാൾ സഞ്ചിത വിഭവം എന്താണ്, സഞ്ചിത വിവരം എന്താണ് എന്നൊന്ന് പറഞ്ഞു തരിക കേട്ടോ. സഞ്ചിത വിവരം എന്താണ് എന്നൊന്ന് പറഞ്ഞു തരിക. ക്ലിയർ ആണോ? സഞ്ചിത നിധി എന്നൊരു സാധനം ഇന്ത്യൻ പൊളിറ്റിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ, ഈ സഞ്ചിതയ്ക്ക് വല്ല ബന്ധമുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്? മൊത്തം ഡിമാൻഡ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ചെലവ്, അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ, മൊത്തം തൊഴിൽ, ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇതിൻ്റെ കൂട്ടത്തിൽ അവർ തരികയാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റവന്യൂ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചെലവ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൺസ്യൂമർ ബിഹേവിയർ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മൈക്രോ ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പോൾ ഇതെല്ലാമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ക്ലിയർ? അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ വില ഒരു ഫാക്ടർ ആയതുകൊണ്ട് നമ്മളതിനെ പ്രൈസ് തിയറി എന്ന് വിളിക്കുമല്ലോ. അതുപോലെ ശ്രദ്ധിക്കുക, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ നമ്മൾ വിളിക്കുന്നത് സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. സഞ്ചിതം കയ്യിൽ നിന്ന് പോയില്ലേ. അഗ്രിഗേറ്റ് എക്കണോമിക്സ്, സഞ്ചിതം. അങ്ങനെയാണെങ്കിൽ പോട്ടെ, എന്തെങ്കിലും ഒരു ഹോംവർക്ക് തരണമല്ലോ. സഞ്ചിത നിധി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലുള്ള സാധനമാണ് എന്ന് പറഞ്ഞാൽ മതി. സഞ്ചിതം ഇപ്പോൾ എന്താണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ മനസ്സിലാക്കുക, പ്രൈസ് തിയറി, വ്യക്തികളെ പറ്റി, അല്ലെങ്കിൽ വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ പ്രൈസുമായിട്ട് ബാധിക്കപ്പെടുന്നത്. അപ്പോൾ പ്രൈസ് തിയറി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മൈക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എല്ലാം കൂടെ ചേരുന്ന സാധനമാണ് സഞ്ചിതം. മനസ്സിലായോ? ആ സാധനമാണ് മാക്രോ എക്കണോമിക്സ്. ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് മാക്രോ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ്? ദേശീയ വരുമാനം, തൊഴിലില്ലായ്മ, മൊത്തം സപ്ലൈ ഡിമാൻഡ്, ഒരു രാജ്യത്തിൻ്റെ ഫിസ്ക്കൽ പോളിസി, ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര വ്യാപാരം. നമുക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധം, അമേരിക്കയുമായിട്ടുള്ള ബന്ധം, ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, അതൊക്കെ വലിയ വലിയ സാധനങ്ങളാണ്. ക്ലിയർ ആണോ? ഇതൊക്കെ വലിയ വലിയ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, മൈക്രോ എക്കണോമിക്സിലേക്കും മാക്രോ എക്കണോമിക്സിലേക്കും വരുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട പേരാണ് രാഗ്നാർ ഫ്രിഷ്, നോർവേക്കാരൻ. ജാൻ ടിംബർജിനൊപ്പം അദ്ദേഹത്തിനാണ് 1969 ആദ്യത്തെ നൊബേൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് കിട്ടുന്നത്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമെന്നും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമെന്നുള്ള പദങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് രാഗ്നാർ ഫ്രിഷ്. ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് അദ്ദേഹമല്ല, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് അദ്ദേഹമല്ല. ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ്. ഈ പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കണം. മൈക്രോ എക്കണോമിക്സിനെ പറ്റിയും മാക്രോ എക്കണോമിക്സിനെ പറ്റിയും ഒരു
ഒരു മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിന് പുറത്തേക്ക് ഒന്നും വരില്ല എന്നുള്ളത് എൻ്റെ അഷുറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നോക്കിയേ, ഡീൽസ് വിത്ത് ദ എക്കണോമി ആസ് എ ഹോൾ എന്ന് പറയുമ്പോൾ മാക്രോ. അടുത്തൊന്ന് വായിച്ചു നോക്കിയേ, എക്സാമിൻസ് ദ എക്കണോമി അറ്റ് ലോക്കൽ ആൻഡ് റീജിയണൽ ലെവൽ. ലോക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ ചെറിയ ലെവൽ, സൂക്ഷ്മമായിട്ട് നോക്കുന്നു, മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ അങ്ങനെ ഇതൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടുന്നില്ലെങ്കിൽ ഏത് പോയിന്റാണ് കിട്ടാത്തതെന്ന് പറയുക. ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റും കിട്ടും, എല്ലാ പോയിന്റും ഉറപ്പാണ് കിട്ടുമെന്നുള്ളത്. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നോട്ട് ചെയ്യണം, ഫാദർ ഓഫ് എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് ആദ്യമായി പറഞ്ഞത്, ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ്, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ എക്കണോമി വ്യത്യാസം പഠിച്ചു, മൈക്രോ മാക്രോ എക്കണോമിക്സ് വ്യത്യാസം പഠിച്ചു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എക്കണോമി. പലതരം രാജ്യങ്ങളുണ്ട്. ഗവൺമെൻറ് കൺട്രോൾ കൂടുതലുള്ള രാജ്യങ്ങളുണ്ട്, മാർക്കറ്റ് കൺട്രോളിൽ കൂടുതലുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ആ വ്യത്യാസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. എന്നാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള US പോലെയുള്ള യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ, ജപ്പാൻ, സൗത്ത് കൊറിയ ഉദാഹരണമാണ്. ഗവൺമെൻറ് റെഗുലേഷൻ വളരെ കൂടുതലുള്ള നോർത്ത് കൊറിയ പോലുള്ള രാജ്യം, കുറച്ചുകൂടെ കുറവുള്ള ചൈന, റഷ്യ, വെനസ്വേല പോലുള്ള രാജ്യം, ഇതിനിടയിൽ നിൽക്കുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ. ഈ പറയുന്ന എക്കണോമികളെ പറ്റി നമുക്ക് പഠിക്കാം. അതായത് ഭയങ്കര കോമ്പറ്റീഷനുള്ള മാർക്കറ്റ് ബേസ്ഡ് എക്കണോമി, ഗവൺമെൻറ് ഒരുപാട് റെഗുലേറ്റ് ചെയ്യുന്ന പ്ലാൻഡ് എക്കണോമിയും, രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന മിക്സഡ് എക്കണോമി. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്താണ്, സോഷ്യലിസ്റ്റ് എക്കണോമി എന്താണ് മിക്സഡ് എക്കണോമി, ഇതായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്ലിയർ ആണോ? എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, എന്താണ് സോഷ്യലിസ്റ്റ് എക്കണോമി, എന്താണ് മിക്സഡ് എക്കണോമി എന്നായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നോട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്യാം. ഡെയിലി GK റിലേറ്റഡ് പോളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ പോകുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. അപ്പോൾ എക്കണോമിക്സിൻ്റെ ബേസ് കുറച്ചുകൂടെ സെറ്റായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ടൈപ്സ് ഓഫ് എക്കണോമി കൂടെ പഠിക്കാം. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം.